പോർട്ടർ അധ്യായം 48. രാജൻ ബാബുവിനെ കൊന്നു. മമ്മി അടുത്തേക്ക് വന്നപ്പോൾ കൈലാസ് നിലവിളിച്ചു. വേണി കറണ്ട് കമ്പിയിൽ തട്ടിയതുപോലെ നിന്നു. ആരാടാ കൊന്നത്? അഷ്ടമൻ. വേറെ ആരാ ഞങ്ങൾക്ക് ശത്രു? വിവരമറിഞ്ഞ് SP കൃഷ്ണദാസും രൂപയും വന്നു. അവരും ഭയന്നുപോയി. അഷ്ടമൻ പ്രതികാരം ചെയ്തു. 6 മണി ആയതേയുള്ളൂ, പ്രകാശം പരക്കുന്നതേയുള്ളൂ, രാജൻ ബാബു മരിച്ചു. കൈലാസിന് അത് വിശ്വസിക്കാനായില്ല. അയാൾ ഉടനെ ഫ്രാൻസിസിന് ഫോൺ ചെയ്തു. ഹലോ. ഫ്രാൻസിസിന്റെ ശബ്ദത്തിലെ വിറയിൽ കൈലാസിന് മനസ്സിലായി. എടാ, ഞാൻ കൈലാസാ. രാജൻ ബാബുവിനെ പറ്റി കേട്ടത് ശരിയാണോ? ഞാനും കേട്ടു. ഇപ്പോൾ ഫോൺ വന്നു. എനിക്ക് തലകറങ്ങുന്നടാ. ഫ്രാൻസിസിന്റെ കരച്ചിൽ. എങ്ങനെയാ? എപ്പോഴാ കൊന്നത്? കൈലാസ് ചോദിച്ചു. എനിക്കൊന്നും അറിയില്ലടാ. അങ്ങോട്ട് പോകാൻ പേടിയാ. അവന്റെ ജീവനില്ലാത്ത ശരീരം കാണാൻ എനിക്ക് കരുത്തില്ല. ഞാൻ ചങ്കുപൊട്ടി ചത്തുപോകും, ഫ്രാൻസിസ് ശ്വാസം മുട്ടലോടെ പറഞ്ഞു. കൈലാസിന്റെ കണ്ണുകളിൽ ഇരുട്ട് കയറി. അയാളുടെ കയ്യയഞ്ഞ് റിസീവർ താഴെ വീണു. SP കൃഷ്ണദാസിന് മകന്റെ അവസ്ഥ മനസ്സിലായി. സർക്കിൾ ചാണ്ടിയുടെ ജൂറിഡിക്ഷനല്ല ബാബുരാജിന്റെ വീട്. അയാൾ വളരെ സ്വാധീനമുള്ള ആളായതിനാൽ ഈ കേസ് ഒരു വിവാദം ആകും. പക്ഷേ തന്റെ മകൻ ഒരു കള്ളക്കടത്തുകാരനായിരുന്നുവെന്നും അതിന്റെ പ്രതികാരമാണ് കൊലയെന്നും പരസ്യമായാൽ അത് ബാബുരാജിന്റെ പൊളിറ്റിക്കൽ കരിയറിനെ ബാധിക്കും. അതിനയാൾ എന്തായിരിക്കും ചെയ്യുക? SP കൃഷ്ണദാസ് DYSPയെ വിളിച്ചു. അദ്ദേഹത്തിന് വിവരം കിട്ടിയിരുന്നു. രാജൻ ബാബുവിനെ കൊന്നു. ഫ്രാൻസിസിന്റെ കയ്യിൽ കത്തി കുത്തിക്കീറി. ഇനി നമ്മുടെ മകനായിരിക്കും. വേണി കരഞ്ഞുകൊണ്ട് ഭർത്താവിനെ നോക്കി. അഷ്ടമനെ പിടിക്കാൻ നിങ്ങൾക്കിനിയും കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ മകനെ കൊന്നുകളഞ്ഞാൽ മതി. ആ ചെകുത്താൻ ഏത് നിമിഷവും കടന്നു വരും. അല്ലെങ്കിൽ അവന് 25 ലക്ഷം രൂപ കൊടുത്ത് കീഴടങ്ങ്. എങ്ങനെയായാലും വേണ്ടില്ല, എനിക്കെന്റെ മോനെ വേണം. വേണി കൈലാസിനെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. വികാരാവേശത്തിൽ അവൾ കിതയ്ക്കുകയായിരുന്നു. വീടും ചുറ്റുപാടും ഇരുളുന്നതായി രൂപയ്ക്ക് തോന്നി. സഹോദരൻ മാത്രമല്ല, തങ്ങളൊക്കെ അപകടത്തിലാണെന്ന തോന്നൽ അവൾക്കുണ്ടായി. കാരണം അഷ്ടമൻ എന്താണെന്ന് അന്നത്തെ സംഭവത്തോടെ രൂപയ്ക്ക് ബോധ്യമായി കഴിഞ്ഞിരുന്നു. കൈലാസ് ഉടനെ വണ്ടിയെടുത്ത് രാജൻ ബാബുവിന്റെ വീട്ടിലേക്ക് ചെന്നു. അപ്പോഴവിടെ 2 പോലീസ് ജീപ്പുകൾ കിടന്നിരുന്നു. അയൽക്കാരല്ലാതെ കൂടുതൽ ആളുകളൊന്നും അറിഞ്ഞില്ല. റോഡിൽ നിന്നും അല്പം ഉള്ളിലേക്ക് മാറി ഒരു പഴയ വീടാണത്. പൂമുഖം കാണുമ്പോൾ തന്നെ അതിന്റെ പ്രൗഢി മനസ്സിലാകും. കൈലാസ് കാറിൽ നിന്ന് ഇറങ്ങുന്നത് കണ്ടപ്പോൾ രാജൻ ബാബുവിന്റെ മമ്മിയും സഹോദരിമാരും ഉച്ചത്തിൽ കരയാൻ തുടങ്ങി. കൈലാസ് വല്ലാതായി. ശവം എവിടെയാണ് കിടക്കുന്നതെന്ന് ചോദിക്കാൻ അയാൾക്ക് ധൈര്യം വന്നില്ല. കൈലാസ് വരാന്തയിലേക്ക് കയറി ചുറ്റും നോക്കി. കൈലാസിനെ പരിചയമുള്ള പോലീസുകാരിൽ ഒരാൾ അടുത്തു വന്ന് പറഞ്ഞു, അകത്താ ബോഡി കിടക്കുന്നത്. കൈലാസ് അകത്തെ മുറിയിലേക്ക് ചെന്നു. അപ്പോൾ പൂമുഖത്തെ ചാരുകസേരയിൽ കിടക്കുന്ന ബാബുരാജിനെ ഡോക്ടർ പരിശോധിക്കുന്നതും ഇഞ്ചക്ഷൻ കൊടുക്കുന്നതും കണ്ടു. തനിക്ക് ഫോൺ ചെയ്തപ്പോൾ ബോധം കെട്ട് വീണതാണെങ്കിൽ സ്വീകരണ മുറിയിൽ നിന്ന് വലതുവശത്തേക്ക് ചെല്ലുമ്പോഴാണ് രാജൻ ബാബുവിന്റെ മുറി. അവിടെ ഒരു വരാന്തയും ചെറിയൊരു ഗാർഡനുമുണ്ട്. ഒരു മതിൽ കൊണ്ട് മറച്ചിരിക്കുന്നതിനാൽ വെളിയിൽ നിന്ന് ആ ഗാർഡൻ കാണാൻ കഴിയില്ല. സൗരഭ്യമുള്ള പൂക്കളാണ് രാജൻ ബാബു അവിടെ വളർത്തുന്നത്. റോസും മുല്ലയും മറ്റും. അവന്റെ മുറിക്ക് മുന്നിൽ സർക്കിളും SIയും നിന്നിരുന്നു. ലൈറ്റുകൾ ഇട്ടിരിക്കുന്നു. പോലീസുകാർ ബോഡിയുടെ അളവുകളും മറ്റും എടുക്കുകയാണ്. അവിടേക്ക് നോക്കിയപ്പോൾ കൈലാസിന്റെ കാലുകൾ വിറച്ചു. വാതിൽക്കൽ നിന്ന് മറിഞ്ഞു വീണതുപോലെയാണ് രാജൻ ബാബു കിടക്കുന്നത്. ഉടുത്തിരിക്കുന്നത് കൈലിമുണ്ട് മാത്രം. അലറി നിലവിളിക്കാൻ തുടങ്ങുന്നത് പോലെയായിരുന്നു രാജൻ ബാബുവിന്റെ മുഖഭാവം. നെഞ്ചിൽ ചോരക്കളം. നിലത്ത് വീണ് പിടഞ്ഞതുപോലെയുണ്ട്. കൈലാസിനെ പരിചയമുള്ള ആളായിരുന്നു സബ് ഇൻസ്പെക്ടർ. അദ്ദേഹം പറഞ്ഞു, 4 റൗണ്ട് വെടിവെച്ചിട്ടുണ്ട്. കൊല്ലാൻ വേണ്ടി ചെയ്തതാണ്. എപ്പോഴാണ് സംഭവിച്ചത്? 5:30-ക്കാണെന്നാണ് രാജൻ ബാബുവിന്റെ സഹോദരി പറഞ്ഞത്. വെടിശബ്ദവും നിലവിളിയും കേട്ടാണ് അവർ വന്നത്. അപ്പോൾ ഒരാൾ അവരെ തട്ടിയിട്ടിട്ട് പോയി. നേരം പുലർന്നിട്ടില്ലാത്തതിനാൽ ആളെ തിരിച്ചറിഞ്ഞില്ല. ഇൻസ്പെക്ടർ പറഞ്ഞു, ഞങ്ങളുടെ നിഗമനം കൊലയാളി രാജൻ ബാബുവിനെ വിളിച്ചുണർത്തി വെടിവെക്കുകയായിരുന്നുവെന്നാണ്. രാജൻ ബാബുവിന് ശത്രുതയുള്ളവർ ആരാണ്? നിങ്ങൾ സുഹൃത്തുക്കളായതിനാൽ അറിയാൻ കഴിയുമല്ലോ. എനിക്കൊന്നും അറിയില്ല, കൈലാസ് പറഞ്ഞു. അല്പം കഴിഞ്ഞപ്പോൾ ഫ്രാൻസിസും വന്നു. ശവം കണ്ടിട്ട് വന്നയാൾ കൈലാസിന്റെ ചുമലിൽ പിടിച്ചു. അഷ്ടമൻ നമ്മളെയും കൊല്ലും കൈലാസെ. കൈലാസം തേങ്ങിപ്പോയി. അപ്പോൾ ഗേറ്റ് കടന്നു വരുന്ന കാർ അവർ കണ്ടു. ആ കാറിൽ നിന്ന് ദീപയും വിജയനും ഇറങ്ങി. രാജൻ ബാബു വിവാഹം കഴിക്കാനിരുന്നതാണ് ദീപയെ. വിജയൻ കൈലാസിനെയും ഫ്രാൻസിസിനെയും കണ്ടു. സൂര്യൻ ഉദിക്കുന്നതേയുള്ളൂ. ഇത്രയും നേരത്തെ ദീപ വിജയനെയും വിളിച്ചു കൊണ്ടുവരണമെങ്കിൽ അവർ അത്ര അടുപ്പത്തിലായിരിക്കണം. തന്റെ ഡാഡി കൊല്ലാനയച്ചവനെ പിടികൂടിയവനാണ് അടുത്തു വരുന്നത്. തന്റെ സഹോദരിയുടെയും മമ്മിയുടെയും മാനം കാത്തവൻ. തന്റെ സിരകളിലോടുന്ന ചോര തന്നെയാണതും. വിജയൻ അടുത്തു വന്ന് കൈലാസിനെ നോക്കി. അകത്തെ മുറിയില. കൈലാസ് കരഞ്ഞുകൊണ്ട് അറിയാതെ പറഞ്ഞുപോയി.
ദീപയുടെ കണ്ണുകളും അയാളിലായിരുന്നു. അവർ അകത്തേക്ക് ചെന്നു. കൈലാസിന്റെ പോക്കറ്റിൽ കിടന്ന സെൽഫോൺ ശബ്ദിച്ചു. കൈലാസ് നടുക്കത്തോടെ ഫോണെടുത്ത് ഡയലിൽ നോക്കി. ഇതുവരെ കണ്ടിട്ടില്ലാത്ത നമ്പർ. അഷ്ടമൻ. അധ്യായം 49. കൈലാസ് ആ നമ്പറിലേക്ക് നോക്കി. സെൽ നമ്പരല്ല, ഏതോ ലോക്കൽ ഫോണിന്റെ നമ്പരാണ്. ആരാണത്? തന്റെ സെൽ പുതിയതാണ്. ഈ നമ്പർ കുറച്ചാളുകൾക്കേ അറിയുകയുള്ളൂ. ഫ്രാൻസിസ് കൈലാസിന്റെ മുഖത്തേക്ക് നോക്കി. സെൽ ശബ്ദിക്കുകയായിരുന്നു. വിജയൻ ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് അകത്തെ വാതിൽ കടന്നു പോയി. കൈലാസ് അത് കണക്ട് ചെയ്ത് ചെവിയോട് അടുപ്പിച്ചു. ഹലോ, ലൈൻ ഡിസ്കണക്റ്റായി. കട്ട് ചെയ്തല്ലോ. ആരാ വിളിച്ചതെന്നറിയില്ല, കൈലാസ് പറഞ്ഞു. ആർക്കെങ്കിലും തെറ്റിയതായിരിക്കും, ഫ്രാൻസിസ് പറഞ്ഞു. പക്ഷേ അഷ്ടമൻ പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്ന ആളാണല്ലോ. കൂട്ടുകാരന്റെ ശവം കണ്ടില്ലേ എന്ന് അയാൾ ചോദിക്കാതിരിക്കില്ല. അല്പം കഴിഞ്ഞപ്പോൾ പോലീസ് കാറിൽ ഡാഡി വന്നത് കൈലാസ് കണ്ടു. കൂടെ മമ്മിയും രൂപയുമുണ്ട്. ഡാഡി പൂമുഖത്തേക്ക് കയറുമ്പോൾ വിജയൻ അകത്തുനിന്ന് വരികയായിരുന്നു. രണ്ടുപേരും പരസ്പരം നോക്കി ഒരു നിമിഷം നിന്നത് കൈലാസ് കണ്ടു. വിജയനോടൊപ്പം ദീപയുമുണ്ട്. അവൾ ഡാഡിയെയും വിജയനെയും മാറി മാറി നോക്കുന്നു. മമ്മിക്ക് അയാളെ കണ്ടപ്പോൾ അത്ഭുതമാണെന്ന് കൈലാസിന് തോന്നി. രൂപയ്ക്ക് ഒരു ഭാവ വ്യത്യാസമില്ല. സല്യൂട്ട് അടിച്ചു നിന്ന പോലീസുകാരും അത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. വിജയൻ SP കൃഷ്ണദാസിനെ വിട്ട് മുറ്റത്തേക്കിറങ്ങി. വിജയന്റെ മുന്നിൽ പതറുമോ എന്ന സംശയമായിരുന്നു കൃഷ്ണദാസിന്. തന്റെ മകനാണ്, ആരെയും കൂസാത്തവൻ. കൃഷ്ണദാസ് തിരിഞ്ഞു നോക്കാതെ അകത്തേക്ക് ചെന്നു. പക്ഷേ വേണിക്ക് തിരിഞ്ഞു നോക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. തനിക്ക് അവനോട് കടപ്പാടുണ്ട്. വിജയന്റെ അത്ര തലയെടുപ്പ് ഒരു ചെറുപ്പക്കാരനിലും കണ്ടിട്ടില്ല. പോർട്ടറെന്ന് താൻ അപമാനിച്ച അവൻ തന്റെ വയറ്റിൽ പിറന്നില്ലല്ലോ എന്ന് അവർക്ക് തോന്നി. ആദ്യമായി വേണിക്ക് വിജയന്റെ അമ്മ ശ്രീദേവിയോട് അസൂയ തോന്നി. വിജയൻ ഒരു SP-യുടെ യൂണിഫോം അണിഞ്ഞു വന്നാൽ എങ്ങനെയിരിക്കുമെന്ന് വേണി സങ്കല്പിച്ചു നോക്കി. അപ്പോഴവരെ ഞെട്ടിച്ചുകൊണ്ട് രാജൻ ബാബുവിന്റെ മമ്മിയുടെ കരച്ചിൽ ഉയർന്നു. വേണിയെ കണ്ടപ്പോൾ അവർ നിയന്ത്രണം വിട്ട് കരഞ്ഞു. വേണി അവരുടെ അടുത്തേക്ക് ചെന്ന് കെട്ടിപ്പിടിച്ചു. സമാധാനിപ്പിക്കാൻ അവർക്ക് വാക്കുകൾ കിട്ടിയില്ല. വിജയൻ കൈലാസിന്റെയും ഫ്രാൻസിസിന്റെയും അടുത്തേക്ക് വന്നു. അഷ്ടമനാണോ രാജൻ ബാബുവിനെ കൊന്നത്? വിജയൻ ചോദിച്ചു. അങ്ങനെയാണ് തോന്നുന്നത്. മറ്റാരുമില്ല രാജൻ ബാബുവിന് ശത്രുക്കളായിട്ട്, കൈലാസ് പറഞ്ഞു. ദീപ അടുത്തു വന്ന് അവരുടെ സംസാരം ശ്രദ്ധിച്ചു. ഫ്രാൻസിസിന് അവളെ അഭിമുഖീകരിക്കാൻ വിഷമമുണ്ടായിരുന്നു. പക്ഷേ ദീപ ഒന്നും ഭാവിച്ചില്ല. അഷ്ടമൻ ഈ ടൗണിൽ തന്നെയാണോ താമസിക്കുന്നത്? വിജയൻ ചോദിച്ചു. അതേപ്പറ്റിയൊന്നും ഞങ്ങൾക്കറിയില്ല. ഞങ്ങളുമായി ബന്ധപ്പെടുമ്പോൾ ഫോൺ ചെയ്തിട്ട് അയാൾ ഒരു കാറിൽ വരികയായിരുന്നു. കൂടെ മറ്റാരുമില്ലായിരുന്നു. ആ കാറിന്റെ നമ്പർ ഓർമ്മയുണ്ടോ? ഇല്ല. ഓരോ പ്രാവശ്യവും ഓരോ വാഹനങ്ങളിലായിരുന്നു, ഫ്രാൻസിസ് പറഞ്ഞു. ഞങ്ങൾ അയാളെ കണ്ടുപിടിക്കാൻ വളരെ ശ്രമിച്ചതാണ്. പക്ഷേ ഫലമുണ്ടായില്ല. അപ്പോൾ ഇനി അഷ്ടമന്റെ അടുത്ത ഇര നിങ്ങളിൽ ഒരാളായിരിക്കുമല്ലോ. വിജയൻ മാറി മാറി നോക്കി. അയാളുടെ പണം അയാൾ തിരിച്ചു പിടിക്കാതിരിക്കുമോ? കൈലാസിന്റെയും ഫ്രാൻസിസിന്റെയും മുഖം മങ്ങി. രാജൻ ബാബുവിന്റെ അവസ്ഥ തങ്ങൾക്കും തലകറങ്ങുന്നത് പോലെ തോന്നി ഇരുവർക്കും. കൈലാസ് ദൈന്യതയോടെ വിജയനെ നോക്കി. ഞാൻ നിങ്ങളെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. രൂപ എന്നോട് എല്ലാം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അപകടകാരിയായൊരു ഷൈലോക്കിന്റെ കയ്യിലാണ് ചെന്ന് പെട്ടിരിക്കുന്നത്. അയാളെ മാത്രമേ നിങ്ങൾ കണ്ടിട്ടുള്ളതെങ്കിലും അയാൾ ഒറ്റയ്ക്കാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അയാളുടെ പിന്നിൽ ഒരു അധോലോക സംഘം തന്നെ ഉണ്ടാവില്ലേ? ശരിയാ, ഫ്രാൻസിസ് സമ്മതിച്ചു. രാജൻ ബാബുവിന്റെ കൊലയാളിയെ തിരിച്ചറിഞ്ഞിട്ടില്ലാത്ത സ്ഥിതിക്ക് അത് അഷ്ടമന്റെ ഒരു കൂലിക്കൊലയാളിയാവാനും സാധ്യതയില്ലേ? ഏത് രീതിയിലായാലും അഷ്ടമനെ പോലീസ് ഉടനെ പിടിക്കണം. അതിന് നിങ്ങൾ വേണ്ടത്ര പ്രഷർ ചെലുത്തണം. കൊലപാതകത്തിന് പിന്നിൽ ഇങ്ങനെ ഒരു കേസുണ്ടെന്ന് പത്രക്കാർക്ക് ഒരു തുമ്പ് കിട്ടിയാൽ പിന്നെ നിങ്ങൾ കള്ളക്കടത്തുകാരാവും. അന്തസ്സും അഭിമാനവും എല്ലാം പോകും. പത്രങ്ങൾ പിന്നെ ധാരാളം കഥകളുണ്ടാക്കും. എല്ലാം നിങ്ങൾ സഹിക്കേണ്ടി വരും. അറിയാം ഞങ്ങൾക്ക്, കൈലാസ് പറഞ്ഞു. എന്തു ചെയ്യാൻ പറ്റും? അവനെ പിടിക്കാൻ പോലീസ് പരമാവധി ശ്രമിക്കുന്നുണ്ട്. വിജയേട്ടനും കരുതിയിരിക്കണം. അവന് പകയുണ്ട്. വീടും ജോലിയുമെല്ലാം അയാൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. വിജയൻ കൈലാസിനെ തന്നെ നോക്കി നിന്നു. വിജയേട്ടൻ അറിയാതെ പറഞ്ഞത് കൈലാസ് ഓർത്തു. ഇതുവരെ ചീത്ത വിളിച്ച നാവ് കൊണ്ടാണ് ഏട്ടനെന്ന് വിളിച്ചത്. മനസ്സിൽ നിന്ന് പക പോയിരിക്കുന്നു. ഏട്ടൻ എന്ന നിലയിൽ സ്നേഹിക്കാൻ മനസ്സ് പാകപ്പെട്ടിരിക്കുന്നു. വിജയന്റെ മനസ്സിൽ ഒരു കുളിരുണ്ടായി. തന്നെയും ഒരു മനുഷ്യനായി അവർ അംഗീകരിക്കുന്നു. അറിയാതെയാണെങ്കിലും ഏട്ടനെന്ന് വിളിച്ചിരിക്കുന്നു. ദീപ വിജയനെയും കൈലാസിനെയും നോക്കി. എന്നെങ്കിലും അവളത് പ്രതീക്ഷിച്ചതാണ്. തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായതുപോലെ വിജയനെ അംഗീകരിക്കാതിരിക്കാൻ അവർക്ക് കഴിയില്ല. വിജയന് കൈലാസിനോട് അനുകമ്പ തോന്നി. തന്റെ അനുജനാണ് ആ അപകടത്തെ നേരിടാൻ പോകുന്നത്. എങ്ങനെയെങ്കിലും അഷ്ടമന് പണം കൊടുത്താൽ മതിയായിരുന്നു.
ഇനി ആ പണത്തിന് രാജൻ ബാബുവിനെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയില്ല. കൈലാസിന്റെ കണ്ണുകൾ നിറഞ്ഞു. തുടക്കത്തിലേ പിഴച്ചുപോയി. വീണതെല്ലാം തെറ്റിലാണ്. ഇനി രക്ഷപ്പെടാൻ എന്തൊക്കെ നഷ്ടപ്പെടണമെന്ന് ഞങ്ങൾക്കറിയില്ല. നാട് വിട്ട് ഒളിച്ചോടി പോകാൻ കൂടി കഴിയില്ല. വീട്ടിലുള്ളവരെ കൊന്നുകളയുമെന്നാണ് അവൻ പറഞ്ഞിരിക്കുന്നത്. കൈലാസിന്റെ കവിൾ തടങ്ങളിലൂടെ കണ്ണുനീർ ഒഴുകി. എന്തു ചെയ്യണമെന്നറിയില്ല. മരിക്കാൻ പോലും കഴിയുന്നില്ല ചേട്ടാ. കൈലാസ് തളർന്നതുപോലെ വിജയന്റെ കയ്യിൽ പിടിച്ചു. ഒരു വിദ്യുത് തരംഗം വിജയന്റെ സിരകളിലൂടെ പടർന്നുപോയി. വിജയനെ കൊല്ലാനായി സിംഹത്തെ പോലെ നടന്നവനാണ്. അറവുശാലയിലെ ആട്ടിൻകുട്ടിയെപ്പോലെ നിൽക്കുന്നു. ദീപയുടെ ഉള്ളു സന്തോഷം കൊണ്ട് നിറഞ്ഞു. ഇതാണ് വിജയന്റെ വിജയം. ജ്യേഷ്ഠ സഹോദരനെ അനുജൻ കണ്ടെത്തിയല്ലോ. അപ്പോൾ പൂമുഖത്തേക്ക് വന്ന രൂപ ആ കാഴ്ച കണ്ടു നിന്നു. അവൾക്ക് വിശ്വസിക്കാനായില്ല. ഡാഡിയും മമ്മിയും അത് കാണുന്നുണ്ടോ? രൂപ ചുറ്റും നോക്കി. കണ്ടത് മറ്റൊരാളെയാണ്. അധ്യായം 50. ബാബുരാജ്, രാജൻ ബാബുവിന്റെ ഡാഡി. അയാളുടെ മുഖത്തെ ഭാവം കണ്ടപ്പോൾ രൂപയുടെ മുഖം മങ്ങി. അയാൾ വേഗം അവളുടെ നേരെ വന്നു. തന്നെ തല്ലാനായിരിക്കുമെന്ന് കരുതി രൂപ ഒഴിഞ്ഞു മാറി. പക്ഷേ ബാബുരാജ് അവളെ ശ്രദ്ധിക്കാതെ മുറ്റത്തേക്ക് ചെന്നു. കൈലാസിന്റെ മുന്നിലെത്തിയത് ദീപയെയും വിജയനെയും തള്ളി മാറ്റിയിട്ടാണ്. കൈലാസിന്റെ കരണത്ത് അടിച്ചിട്ട് അയാൾ അലറി, നീയൊക്കെ കൂടിയ എന്റെ മോനെ കൊന്നത്. ഫ്രാൻസിസിനും കിട്ടി അടി. എന്റെ കുഞ്ഞിനെ കുരുതി കൊടുത്തവനെയൊന്നും ഞാൻ വിടില്ല. ബാബുരാജ് പിന്നെയും കൈലാസിനെ തല്ലി. എതിർക്കാൻ ത്രാണിയില്ലാതെ കൈലാസ് അത് കൊണ്ടു. തടുക്കുക പോലും ചെയ്തില്ല. ബാബുരാജ് വീണ്ടും കൈ വീശിയപ്പോൾ വിജയൻ ആ കൈയിൽ പിടിച്ചു നിർത്തി. വിടടാ പോർട്ടറെ, നീ എന്നെ തുടരുത്, ബാബുരാജ് അലറി. കുതറി കൈവലിച്ചെടുക്കാൻ ശ്രമിച്ചു. വിജയൻ വിട്ടില്ല. നിങ്ങളീ കാണിക്കുന്നത് എന്താണെന്ന് അറിയാമോ? ബാബുരാജിന് മാത്രം കേൾക്കാവുന്ന മട്ടിൽ വിജയൻ പറഞ്ഞു. അയാൾ അക്ഷോഭ്യനായിരുന്നു. നിങ്ങളുടെ മകന് അധോലോക ബന്ധമുണ്ടെന്ന് അറിയിക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത്. ഇവിടെ നിൽക്കുന്ന ആളുകൾക്കും പോലീസുകാർക്കും ഒന്നും അറിയില്ല. നിങ്ങൾ തന്നെ അത് പരസ്യമാക്കിയാൽ നശിപ്പിക്കുന്നത് നിങ്ങളുടെ കുടുംബത്തിന്റെ ഭാവിയെ ആയിരിക്കും. അതോടെ നിങ്ങളുടെ പൊളിറ്റിക്കൽ കരിയറും അവസാനിക്കും. നിങ്ങളുടെ എതിരാളികൾ പിന്നെ വെറുതെ ഇരിക്കുമോ? നിങ്ങളെ നശിപ്പിക്കാനുള്ള ആയുധം നിങ്ങൾ തന്നെയല്ലേ കൊടുക്കുന്നത്? ബാബുരാജിനെ മുൻകോപം കൊണ്ട് താൻ ചെയ്തതിലെ അപകടം മനസ്സിലായി. പ്രഷർ കൂടി അയാൾ കുഴഞ്ഞു വീഴാൻ തുടങ്ങി. അപ്പോഴേക്കും 2-3 പേർ ഓടി വന്ന് അയാളെ പിടിച്ചു. അവർ ബാബുരാജിനെ അകത്തു കൊണ്ടുപോയി. ഒരു പോലീസ് ജീപ്പ് വന്നു. 4-5 പോലീസുകാരും നായയും അതിൽ നിന്ന് ഇറങ്ങി വന്നു. പോലീസ് നായയും കൊണ്ട് ശവം കിടക്കുന്ന മുറിയിലേക്ക് പോയി. കൈലാസ് അടികൊണ്ട കരണത്ത് തടവിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. അവന്റെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നത് കണ്ട് രൂപയ്ക്കും വിഷമം തോന്നി. അവൾ അവന്റെ അടുത്തേക്ക് ചെന്നു. സാരമില്ല, മകൻ മരിച്ചതിന്റെ ദുഃഖത്തിൽ അദ്ദേഹത്തിന്റെ നിയന്ത്രണം വിട്ടുപോയി. ബാബുരാജിന് വേറെ ഒരു മകനില്ലല്ലോ. അദ്ദേഹത്തിന് വിഷമം മനസ്സിലാക്കാവുന്നതേയുള്ളൂ. കണ്ണുകൾ തുടച്ചിട്ട് കൈലാസ് പറഞ്ഞു, എനിക്ക് വിഷമമില്ല. ഇതിൽ കൂടുതൽ അനുഭവിക്കേണ്ടവരാണ് ഞങ്ങൾ. ഫ്രാൻസിസ് അല്പമകലെ മാറി നിൽക്കുകയായിരുന്നു. തല്ലുകൊണ്ട അവരെ കണ്ടപ്പോൾ ദീപയ്ക്കും വിഷമം തോന്നി. അപ്പോഴാണ് സർക്കിൾ ഇൻസ്പെക്ടർ ചാണ്ടി ഒരു കാറിൽ വന്നിറങ്ങിയത്. അയാൾ യൂണിഫോമിലായിരുന്നില്ല. കൊലപാതകത്തെപ്പറ്റി അറിഞ്ഞു വന്നതാണ്. വിജയനെ കണ്ടപ്പോൾ ഒന്ന് നോക്കിയിട്ട് അയാൾ കടന്നുപോയി. വെയിൽ എല്ലായിടത്തും പടർന്നു. കൂടുതൽ ആളുകൾ ബാബുരാജിന്റെ വീട്ടിലേക്ക് വന്നുകൊണ്ടിരുന്നു. SP കൃഷ്ണദാസും ഭാര്യ വേണിയും വരാന്തയിലേക്ക് വന്നപ്പോൾ വിജയൻ ദീപയോട് സ്വകാര്യമായി പറഞ്ഞു, അവർ വരുന്നു, നമുക്ക് പോകാം. അവർ വരട്ടെ, വിജയന്റെ ഡാഡിയല്ലേ. അദ്ദേഹത്തിന്റെ മിസ്സസിന് വിജയനെ കണ്ടപ്പോൾ സന്തോഷമുണ്ടായത് ഞാൻ കണ്ടു. അവർക്ക് വിജയനോട് സംസാരിക്കണമെന്നുണ്ട്, ദീപ പറഞ്ഞു. വേണ്ട, അത് എനിക്കും അദ്ദേഹത്തിനും അലോസരമാകും. ഇവിടെ വെച്ച് ഒരു സീനുണ്ടാക്കണ്ട ദീപേ. അത് ശ്രദ്ധിക്കാൻ കൂടുതൽ ആളുകളുണ്ടാവും. വിജയൻ നടന്നു. വേണി അവരുടെ അടുത്തേക്ക് വന്നപ്പോഴേക്ക് വിജയൻ ചെന്ന് കാറിൽ കയറി. വേണിയുടെ മുഖത്ത് ഇച്ഛാഭംഗം കണ്ടു. ഒരു സീൻ ഒഴിവായ ആശ്വാസമായിരുന്നു SP-യുടെ മുഖത്ത്. അധ്യായം 51. കറുത്ത മാരുതി കാറിന്റെ വാതിൽ അടച്ചിട്ട് അഷ്ടമൻ തലയിലെ തുണിത്തൊപ്പി ശരിയാക്കി. ജാക്കറ്റിനുള്ളിലെ തോക്കിൽ നിന്ന് കൈയെടുത്ത് ഫിയറ്റ് കാറിനടുത്തേക്ക് ചെന്ന് അകത്തേക്ക് നോക്കി. പിന്നെ ചുറ്റും നോട്ടമയച്ചു. ആരും ശ്രദ്ധിക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തി. ഇതേ സമയം കുപ്പിയിൽ അവശേഷിച്ചിരുന്ന റം കൂടി ഗ്ലാസിൽ കമഴ്ത്തുകയായിരുന്നു ഗിരിദാസ്. കഞ്ചാവും ചരസും വിൽക്കുന്ന ഒരാളെനിക്കുണ്ട്. അവനോട് ചോദിച്ചാൽ എന്തെങ്കിലും പറയാൻ പറ്റും. അല്ലെങ്കിൽ അവന്റെ പരിചയത്തിൽപ്പെട്ട ആളുകൾക്ക് അഷ്ടമനെപ്പറ്റി എന്തെങ്കിലും വിവരം തരാൻ കഴിഞ്ഞേക്കും. ഗിരിദാസ് വിജയന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. അവൻ ഇന്നൊരു ചെറുപ്പക്കാരനെ കൊന്നു. വേറെയും കൊല നടത്തുന്നതിന് മുമ്പ് തടയണം. നിനക്ക് വേണ്ടത് ഞാൻ തരാം, വിജയൻ പറഞ്ഞു. ഗിരിദാസ് പകുതി റം കുടിച്ചു. എനിക്ക് എന്തെങ്കിലും തരുമോ?
ഇനി ജോലി ചെയ്ത് ജീവിക്കാൻ എനിക്ക് കഴിയില്ല. കൊല ചെയ്യാനോ ഗുണ്ടയായി ജീവിക്കാനോ ഇനി പറ്റില്ല. എന്നെ ഇനി ആരും ഭയപ്പെടുകയൊന്നുമില്ല. പല്ലുകൊഴിഞ്ഞ വൃദ്ധൻ സിംഹത്തിന്റെ ദൈന്യതയോടെ ആ വാടക കൊലയാളി യാചിച്ചു. ഞാൻ നല്ലവനായി ജീവിച്ചു കൊള്ളാം. നിനക്ക് നല്ലൊരു തുക ഞാൻ തരാം. ജീവിക്കാൻ ചെറിയൊരു ജോലിയും ഏർപ്പാട് ചെയ്തു തരാം. ജോലി ചെയ്യാൻ നിനക്ക് മടിയുണ്ടോ? അത് കേട്ടപ്പോൾ ഗിരിദാസിന്റെ മുഖം വിടർന്നു. ഇല്ല, നിങ്ങൾ കള്ളം പറയുന്ന ആളല്ലെന്ന് എനിക്കറിയാം. നമുക്കുടനെ ഞാൻ പറഞ്ഞ ആളിന്റെ അടുത്തേക്ക് പോകാം. അല്ലെങ്കിൽ വേണ്ട. നിങ്ങൾ കൂടെയുള്ളത് ചിലപ്പോൾ അയാൾക്ക് സംശയത്തിനിടയായേക്കും. തുറന്നു പറഞ്ഞെന്ന് വരില്ല. ഞാൻ തന്നെ പോയി വിവരം അറിഞ്ഞു വരാം. അപ്പോൾ ചട്ടുകാലൻ കഴിയുന്നത്ര വേഗത്തിൽ പാഞ്ഞു വന്നു. പ്രേതത്തിൻ്റേത് പോലുള്ള അയാളുടെ മുഖം കുറെ കൂടി വികൃതമായിരുന്നു. അഷ്ടമൻ വരുന്നു. അയാൾ കാറ്റ് ഊതുന്നത് പോലെ പറഞ്ഞു. ഗിരിദാസും വിജയനും ഞെട്ടി. റോഡിൽ മാരുതിവാൻ നിർത്തിയിരിക്കുകയാണ്. പഴയ വേഷമൊന്നുമില്ല. ഈ സാറിന്റെ കാറിനടുത്ത് നിൽക്കുകയാണയാൾ. പെട്ടെന്ന് തിരിച്ചറിയാത്ത വേഷങ്ങളാണ്. ഞാൻ കണ്ടുപിടിച്ചു. കയ്യിൽ തോക്കുണ്ട്. തേടിയ വള്ളി കാലിൽ ചുറ്റുന്നു. വിജയൻ വാതിലിലൂടെ വെളിയിലേക്ക് നോക്കി. ഫാഷൻ ഫ്രൂട്ട് തൂങ്ങിക്കിടക്കുന്ന മരച്ചില്ലകൾക്കിടയിലൂടെ വർക്ക്ഷോപ്പിന്റെ മറുവശത്തൊരു ചലനം വിജയൻ കണ്ടു. നിന്നെ അവൻ കണ്ടോ? ഗിരിദാസ് ചട്ടനെ നോക്കി. ഇല്ല, അയാൾ പറഞ്ഞു. സാറിന്റെ കാർ അഷ്ടമന് അറിയാമോ? എനിക്കറിയില്ല. അറിയാമെന്ന് തന്നെ കരുതിക്കോ, വിജയൻ പറഞ്ഞു. സാറിന്റെ കയ്യിൽ തോക്കുണ്ടോ? ഇല്ല. എനിക്കെവിടെ നിന്നാണ് തോക്ക് കിട്ടുന്നത്? എന്നാൽ സാറിപ്പോൾ അവനോട് നേരിട്ട് ഏറ്റുമുട്ടണ്ട. സാർ ഇവിടെ ഉണ്ടെന്ന് അവൻ മനസ്സിലാക്കി. സാർ പുറകിലത്തെ വാതിലിലൂടെ പോയി ഒളിച്ചോ? അവൻ എന്തിനാണ് ഇപ്പോഴെന്നെ തിരക്കി വന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാത്തത്, ഗിരിദാസ് പറഞ്ഞു. എന്റെ അനുജനെ കൊല്ലാനിരിക്കുകയാണവൻ. അത് ഞാൻ തടയും, വിജയൻ പറഞ്ഞു. സാറിനെ കൊല്ലാനല്ലേ അവൻ എന്നെ അയച്ചത്. പിന്നെ എന്തിനാ അവരോടിത്ര സ്നേഹം കാണിക്കുന്നത്? ഞാൻ ഇങ്ങനെയാണ് ഗിരിദാസേ. എല്ലാവരും പകവീട്ടിക്കൊണ്ടിരുന്നാൽ ജീവിതത്തിൽ നമുക്കതിന് മാത്രമേ കഴിയുകയുള്ളൂ. എല്ലാ തലമുറയിലും അത് പടർന്നു പിടിക്കും. നമ്മൾ പരസ്പരം സ്നേഹിക്കണം. ക്ഷമിക്കാവുന്നത് ക്ഷമിക്കണം. മാപ്പ് കൊടുക്കാവുന്നത് മാപ്പ് കൊടുക്കണം. അഷ്ടമനെ പോലെയുള്ള ചെകുത്താന്മാരെ ശിക്ഷിക്കണം. നമുക്ക് വേണ്ടത് ശാന്തിയും സമാധാനവുമാണ്. അക്രമത്തിന്റെ മാർഗം ആർക്കും ഒന്നും നേടിക്കൊടുത്തിട്ടില്ല ഗിരിദാസേ. ഗിരിദാസിന് എന്തെങ്കിലും നേട്ടമുണ്ടായോ? ഗിരിദാസിന്റെ കണ്ണുകൾ നിറഞ്ഞു. സാർ, നിങ്ങളൊരു വലിയ മനുഷ്യൻ തന്നെയാണ്. നിങ്ങളെപ്പോലെ ഒരാൾ എന്നെ തിരുത്താനുണ്ടായിരുന്നെങ്കിൽ ഞാനൊരു നല്ല മനുഷ്യനായേനെ. എനിക്ക് നല്ലൊരു ജീവിതമുണ്ടായേനെ. ഒരാളെങ്കിലും എന്നെ സ്നേഹിക്കാനുണ്ടായേനെ. അതാ അയാൾ വരുന്നു. ചട്ടൻ മുന്നറിയിപ്പ് കൊടുത്തു. വിജയൻ പിന്നിലെ വാതിൽ കടന്ന് വെളിയിലെത്തി. അവിടെ ഒരു മതിൽ കടന്നാൽ റോഡിലേക്ക് ചെല്ലാൻ കഴിയുമായിരുന്നു. അവർക്ക് ഷോപ്പ് കാണാവുന്ന വിധത്തിൽ മറഞ്ഞു നിന്നുകൊണ്ട് വിജയൻ സെൽഫോണിലൂടെ സർക്കിൾ ഇൻസ്പെക്ടർ ചാണ്ടിയെ വിളിച്ചു. അയാൾ അറ്റൻഡ് ചെയ്തപ്പോൾ വിജയൻ ചോദിച്ചു, നിങ്ങൾക്ക് അഷ്ടമനെ പിടിക്കണോ? വേണം. അയാളെപ്പറ്റി എന്തെങ്കിലും വിവരങ്ങൾ വിജയനുണ്ടോ? ചാണ്ടി ചോദിച്ചു. അവനിപ്പോൾ എന്റെ മുന്നിലുണ്ട്. എവിടെ? ചാണ്ടിക്ക് അമ്പരപ്പ്. തോക്കുമായി ഒരു ഏറ്റുമുട്ടലിന് ധൈര്യമുണ്ടെങ്കിൽ ഉടനെ പുറപ്പെട്ടു വരൂ, വിജയൻ സ്ഥലം പറഞ്ഞു കൊടുത്തു. SP അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞായിരുന്നോ? വിജയ, അദ്ദേഹത്തിന് എന്ത് സന്തോഷമായിരിക്കുമെന്നറിയാമോ? വിജയന് ദേഷ്യം വന്നു. SP സന്തോഷിപ്പിക്കല് നിങ്ങളുടെ ജോലിയായിരിക്കും, പക്ഷെ എന്റെ പണിയല്ല. നിങ്ങൾക്ക് അഷ്ടമനെ വേണമെങ്കിൽ വേഗം വരണം. പിടിച്ചാൽ ക്രെഡിറ്റ് നിങ്ങൾക്കാണ്. വിജയൻ ഫോൺ ഡിസ്കണക്ട് ചെയ്തു. സർക്കിൾ ചാണ്ടി SP വിളിച്ചു പറഞ്ഞു. ചാണ്ടി, വിജയൻ പറഞ്ഞതാണെങ്കിൽ സത്യമായിരിക്കും. കള്ളം പറയുന്നവനല്ല എന്റെ മോൻ, SP കൃഷ്ണദാസ് പറഞ്ഞു. അപ്പോൾ വിജയൻ മകനാണെന്ന് സാർ അംഗീകരിച്ചു, CI പറഞ്ഞു. SP മറുപടി പറഞ്ഞില്ല. അഷ്ടമൻ തിരിച്ചു വന്ന ധൃതിയിൽ മാരുതി കാറിൽ കയറാൻ തുടങ്ങുമ്പോൾ റോഡിന്റെ ഇരുവശങ്ങളിൽ നിന്നും പോലീസ് ജീപ്പുകൾ പാഞ്ഞു വന്നു നിന്ന് തടഞ്ഞു. ഒരു വെടി പൊട്ടി. വാൻ മുന്നോട്ടെടുക്കാൻ അഷ്ടമൻ ശ്രമിക്കുന്നത് വിജയൻ കണ്ടു. അധ്യായം 52. വിജയൻ അവിടേക്ക് ഓടിയെത്തി. റോഡിന്റെ രണ്ട് ഭാഗത്തു നിന്നുമായി 4 പോലീസ് ജീപ്പുകളാണ് വന്നത്. CI ചാണ്ടി ജീപ്പിൽ നിന്ന് ചാടിയിറങ്ങി വാനിന് നേരെ കുതിച്ചു ചെന്നു. ചാണ്ടി 2 പ്രാവശ്യം കൂടി നിറയൊഴിച്ചു. വാനിന്റെ ചില്ലുകൾ ഉടഞ്ഞു. അപ്പോൾ മുന്നിൽ കിടന്ന ജീപ്പിന്റെ സൈഡിൽ ഇടിച്ചുകൊണ്ട് വാൻ മുന്നോട്ട് നീങ്ങി. അഷ്ടമൻ രക്ഷപ്പെടാനുള്ള തിരിച്ചിലായിരുന്നു. വാനിന്റെ ഫ്രണ്ട് തകർന്നു. അത് വേഗം പാഞ്ഞുപോയി. ചാണ്ടി ജീപ്പിൽ കയറി. വിജയൻ അടുത്തെത്തിയപ്പോഴേക്കും 2 ജീപ്പുകൾ വാനിന്റെ പിന്നാലെ കുതിച്ചു കഴിഞ്ഞിരുന്നു. മറ്റ് ജീപ്പുകളും തിരിച്ച് പിന്നാലെ പാഞ്ഞുപോയി. വിജയൻ തിരിച്ചു വന്ന് കാറിൽ കയറാൻ തുടങ്ങുമ്പോൾ ഗിരിദാസ് ബന്ധപ്പെട്ടു വന്നു. പിടിച്ചോ അവനെ? പിടിച്ചേക്കും, വിജയൻ ചോദിച്ചു. അവൻ എന്തിനാ വന്നത്? ഉദ്ദേശം പറഞ്ഞില്ല. സാറിന്റെ കാർ കണ്ടപ്പോൾ അവന് അപകടം തോന്നി. എന്നോട് ചോദിച്ചപ്പോൾ
അയാളെ അന്വേഷിച്ച് ഇവിടെ വന്നിട്ട് പോയെന്ന് പറഞ്ഞു. അഷ്ടമന് അറിയാം എനിക്ക് അയാളെ പറ്റി ഒന്നും അറിയില്ലെന്ന്. അയാൾ കുത്തി പലതും ചോദിച്ചു. സാറിനെ ഞാൻ ഒളിച്ചു വെച്ചിരിക്കുകയാണോ എന്നായിരുന്നു അവന് സംശയം. എന്നെ അടിക്കുകയും ചവിട്ടുകയും ചെയ്തിട്ട് അവൻ ആ മുറിയിൽ പരിശോധിച്ചു. പിന്നെ വേഗം തിരിച്ചു പോന്നു. അയാൾ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു. പിന്നെ ചോദിച്ചു, സാറേ, എനിക്ക് ജീവിക്കാൻ എന്തെങ്കിലും തരുമോ? അഷ്ടമനെ കിട്ടിയാൽ ഞാൻ ഓഫർ ചെയ്തതെല്ലാം നിനക്ക് വാങ്ങിത്തരും. വിജയൻ കാറിൽ കയറി ഓടിച്ചുപോയി. പോലീസ് കൺട്രോൾ സെന്ററിലേക്കും SP ഓഫീസിലേക്കും സർക്കിൾ ചാണ്ടി ജീപ്പിലിരുന്ന് വയർലെസ് മെസ്സേജ് കൊടുത്തു. അഷ്ടമനെ അറസ്റ്റ് ചെയ്തെന്നോ വെടിവെച്ച് വീഴ്ത്തിയെന്നോ ഉള്ള മെസ്സേജ് കേൾക്കാൻ കാത്തിരുന്ന SP കൃഷ്ണദാസിന്റെ ഉത്കണ്ഠ കൂടി. അദ്ദേഹം ഫോണിലൂടെ ചില നിർദ്ദേശങ്ങൾ കൊടുത്തു. ടൗണിലെ പോലീസുകാർ മുഴുവൻ ജാഗരൂകരായി. ടൗണിന്റെ തിരക്കിലേക്ക് പാഞ്ഞു ചെന്ന അഷ്ടമൻ പിന്നിൽ വന്ന കാറിന്റെ ടയറിനെ നിറയൊഴിച്ചു. ആ കാർ വെട്ടിത്തിരിഞ്ഞ് ഡിവൈഡർ തകർത്തുകൊണ്ട് നിന്നു. അതിനിടയിൽ അത് ഒരു ബൈക്കിലും ഓട്ടോറിക്ഷയിലും ഇടിച്ചിരുന്നു. ട്രാഫിക് ബ്ലോക്കായി. പിന്നാലെ വന്ന CA ചാണ്ടിക്കും പോലീസ് ജീപ്പുകൾക്കും ആ കറുത്ത മാരുതിയെ പിന്തുടരാനായില്ല. അഷ്ടമൻ വലത്തോട്ട് തിരിഞ്ഞ് വേഗത കുറഞ്ഞു പോകുന്ന ഒരു പച്ച കാറിന്റെ പിന്നിൽ ഇടിച്ചു. ആ ഫോറിൻ കാറിലുണ്ടായിരുന്ന ആൾ കാർ നിർത്തി ഇറങ്ങി. അഷ്ടമൻ അവിടേക്ക് ചെന്ന് അയാളെ തോക്കുകൊണ്ട് തലക്കടിച്ച് വീഴ്ത്തി. പിന്നെ കാറുമായി പോയി. CI ചാണ്ടി വാനിനടുത്തെത്തിയപ്പോൾ ആ മനുഷ്യൻ റോഡിൽ കിടക്കുകയായിരുന്നു. അയാളിൽ നിന്ന് വിവരങ്ങൾ അറിഞ്ഞ് ആ കാർ ലൊക്കേറ്റ് ചെയ്യാൻ ഒരു ശ്രമം നടത്തിയെങ്കിലും കഴിഞ്ഞില്ല. വൈകുന്നേരം CI ചാണ്ടി വണ്ടിത്താവളത്തിലെത്തി. കാളിദാസൻ ഓട്ടോയുമായി കാപ്പി കുടിക്കാൻ എത്തിയതായിരുന്നു. സതിയാണ് പോലീസ് ജീപ്പ് ആദ്യം കണ്ടത്. അവൾ പറഞ്ഞു, അണ്ണ, വിജയേട്ടന്റെ വീട്ടിലേക്ക് സർക്കിൾ ചാണ്ടി പോകുന്നു. എന്തോ പ്രശ്നമുണ്ട്. വിജയേട്ടൻ അവിടെയുണ്ട്. കാർ കിടപ്പുണ്ട്. കേട്ട പാതി കേൾക്കാത്ത പാതി കാളിദാസൻ പുറത്തു ചാടി വിജയന്റെ വീട്ടിലേക്ക് ചെന്നു. എടോ, വിജയനെ വിളിക്ക്, ചാണ്ടി കാളിദാസനോട് നിർദ്ദേശിച്ചു. കാളിദാസൻ ജീപ്പിലേക്ക് നോക്കി. മറ്റാരുമില്ല. എന്താ സാറേ കാര്യം? കാര്യമുണ്ടടാ, വിളിച്ചോണ്ട് വാ. കാളിദാസൻ വിളിക്കുന്നതിന് മുമ്പ് വീടിന്റെ പിന്നിലൂടെ സതിയും സരസ്വതിയും വിജയനെ വിവരമറിയിച്ചിരുന്നു. വിജയൻ ഇറങ്ങി വന്നു. പിന്നാലെ ശ്രീദേവിയും. ചാണ്ടി അയാളെ ജീപ്പിനടുത്തേക്ക് കൊണ്ടുപോയി. കാളിദാസനും ശ്രീദേവിയും സഹോദരിമാരും നോക്കി നിന്നു. എടോ വിജയ, ഞങ്ങളുടെ കയ്യിൽ നിന്ന് അഷ്ടമൻ പോയി. ഇനി അവനെ തിരയാൻ ഒരിടവുമില്ല. തനിക്കറിയാമോ അവൻ എവിടെയാണെന്ന്? ചാണ്ടി ചോദിച്ചു. എനിക്കറിയില്ല. അവനെ കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിനിടയിലാണ് യാദർച്ഛികമായി മുന്നിൽ വന്നത്. ഞാൻ നിങ്ങളെ അറിയിക്കുകയും ചെയ്തു. അബദ്ധം പറ്റിയടോ. SP പറയുന്നത് തനിക്കെന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്നാണ്. എനിക്കെന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ പോലീസ് വിചാരിച്ചിട്ട് നടന്നില്ലെങ്കിൽ മറ്റാർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? തന്നോട് തർക്കിക്കാൻ ഞാനില്ല. തനിക്ക് ഞങ്ങളോട് എന്തെങ്കിലും വിരോധം മനസ്സിലുണ്ടെങ്കിൽ അത് കളയി. ഞാൻ ക്ഷമ ചോദിക്കുന്നു. പഴയതൊക്കെ മറന്നുകള. ഞാനൊന്നും ഓർത്തു വെച്ചിട്ടില്ല. നിങ്ങൾക്കല്ലേ എന്നോട് വിരോധമുണ്ടാകേണ്ടത്? എനിക്കൊരു വിരോധവുമില്ല. എന്റെ ഭാര്യയെയും കുഞ്ഞിനെയും രക്ഷിച്ചതിന് എനിക്ക് വിജയനോട് കടപ്പാടുണ്ട്. ഒരു കാര്യം വിജയൻ ഓർക്കണം. ഇനി അഷ്ടമൻ കൊല്ലാൻ പോകുന്നത് കൈലാസിനെ ആയിരിക്കും. അവൻ നിന്റെ അനുജനാണെന്നത് മറക്കരുത്. ചാണ്ടി വിജയന്റെ മുഖത്തേക്ക് നോക്കി. നമുക്ക് അന്വേഷിക്കാം. കൈലാസ് തൽക്കാലം വീട്ടിൽ തന്നെ ഇരിക്കട്ടെ, അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്തേക്ക് മാറട്ടെ, വിജയൻ പറഞ്ഞു. അത് ശരിയാണ്. CA ചാണ്ടി സമ്മതിച്ചു. അയാൾ ജീപ്പിൽ കയറിപ്പോയി. രാത്രി 7 മണിക്ക് കൈലാസും വേണിയും രൂപയും വീട്ടിലെ സ്വീകരണ മുറിയിലിരുന്ന് സംസാരിക്കുകയാണ്. മുറ്റത്ത് കാർ വന്നു നിൽക്കുന്ന ശബ്ദം കേട്ട് വേണി പറഞ്ഞു, ഡാഡി വന്നെന്ന് തോന്നുന്നു. രൂപ ചെന്ന് വാതിൽ തുറന്നു. അഷ്ടമനെ കണ്ട് അവൾ ഞെട്ടി. അവൻ ഒരു കൈത്തോക്ക് ചൂണ്ടിയിരുന്നു. നടുങ്ങി നിന്ന രൂപയുടെ കയ്യിൽ അയാൾ പിടിച്ചു. വേണിയും കൈലാസും അവിടേക്ക് വന്നു. ഇവളെ ഞാൻ കൊണ്ടുപോകുന്നു. നാളെ രാവിലെ എന്റെ പണം 25 ലക്ഷം രൂപ തന്നാൽ നിങ്ങൾക്ക് ഇവളെ കൊണ്ടുപോരാം. അല്ലെങ്കിൽ ഞാൻ പണം ഉപേക്ഷിക്കും. നിങ്ങൾക്ക് ഇവളെയും ഉപേക്ഷിക്കാം. അഷ്ടമൻ രൂപയെ പുറത്തേക്കിറക്കി. അഷ്ടമ, കൈലാസ് വിളിച്ചു. മിണ്ടരുത്. വാക്കു പാലിക്കാത്ത നിന്നെ പോലുള്ള ചെറ്റയോട് സംസാരിക്കുന്നത് എനിക്കിഷ്ടമല്ല. എന്നെ പിടിക്കാൻ വലവിരിക്കുകയല്ലേ നീ? അഷ്ടമൻ രൂപയെ പിടിച്ചുലച്ചു. മുറ്റത്ത് പച്ച ഫോറിൻ കാർ കിടന്നിരുന്നു. അഷ്ടമൻ അതിന്റെ നമ്പർ മാറ്റിയിരുന്നു. ചില സ്റ്റിക്കറുകൾ ഉപയോഗിച്ച് ചില വ്യത്യാസങ്ങളും. രൂപ കുതറിമാറാൻ ശ്രമിച്ചു. ബലം പിടിക്കാതെ കൂടെ വന്നാൽ നിനക്ക് നല്ലത്. ഈ തോക്കിനകത്ത് ഐസ്ക്രീം അല്ലെന്ന് നിനക്കറിയാമല്ലോ. അയാൾ തോക്കിന്റെ കുഴൽ അവളുടെ വാരിയെല്ലിൽ കുത്തി. രൂപ അനുസരിച്ചു. അവളെ കാറിൽ കയറ്റി അഷ്ടമൻ ഓടിച്ചുപോയി. കൈലാസിന് തല കറങ്ങി. വേണി ബോധമറ്റ് വീണു. മെസ്സേജ് കിട്ടിയപ്പോൾ SP കൃഷ്ണദാസിന് തലയ്ക്ക് അടികിട്ടിയതുപോലെയായി.
CA ചാണ്ടിക്ക് ശ്വാസം നിലച്ചുപോയി. രൂപയെ അഷ്ടമൻ കൊണ്ടുപോയി. അധ്യായം 53. 8 മണിയായപ്പോൾ വിജയൻ ഹോട്ടലിൽ നിന്നിറങ്ങി കാറിനടുത്തേക്ക് വരികയായിരുന്നു. ചേട്ടാ, കരഞ്ഞുകൊണ്ട് കൈലാസ് അയാളുടെ അടുത്ത് വന്ന് കയ്യിൽ പിടിച്ചു. ചേട്ടാ, അഷ്ടമൻ രൂപയെ പിടിച്ചുകൊണ്ടുപോയി. വിജയൻ നടുങ്ങിപ്പോയി. അയാൾ വിവരങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞു. നമ്മുടെ പെങ്ങളെ കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ അവൻ അവളോട് പകവീട്ടും. കൈലാസ് കരയുകയായിരുന്നു. വിജയൻ ഉടനെ ഗിരിദാസിന്റെ വീട്ടിലെത്തി. ആരാ താൻ പറഞ്ഞ ആൾ? ഷക്കീൽ. അവൻ താമസിക്കുന്ന സ്ഥലം ഞാൻ പറഞ്ഞു തരാം. വേണ്ട, താനെന്റെ കൂടെ പോരെ. വിജയൻ ഗിരിദാസിനെ കൂടെ കൊണ്ടുപോയി. ആളുകൾ ഇടതിങ്ങി താമസിക്കുന്ന ഒരു കോളനിയിൽ അവരെത്തി. ഒരു വീട്ടിൽ ചെന്ന് അന്വേഷിച്ചു. പല്ലുന്തിയ ഒരാൾ പറഞ്ഞു, ഷക്കീൽ ഇപ്പോൾ ബാറിലുണ്ട്. അരമണിക്കൂർ കഴിഞ്ഞാൽ അയാൾ മംഗലാപുരം ട്രെയിനിൽ പോകും. വേഗം പോകാം, ബാർ എനിക്കറിയാം. ഗിരിദാസ് കാറിൽ കയറി. ബാറിൽ ചുമന്ന ഷർട്ട് ധരിച്ച് നെറ്റിയിലേക്ക് തൊപ്പി വെച്ച് ഷക്കീൽ തനിച്ചിരിക്കുകയായിരുന്നു. ഗിരിദാസിനെ കണ്ട് അയാൾ മുഖമുയർത്തി. ഈ സാറിന് അഷ്ടമന്റെ താമസ സ്ഥലം അറിയണം. ഷക്കീൽ വിജയനെ നോക്കി. എനിക്കയാളെ അറിയില്ല ഷക്കീലെ, ഇത് കേസ് വേറെയാണ്. ഗിരിദാസ് നിർബന്ധിച്ചു. പറ്റില്ല, ആരാണെങ്കിലും ഞാൻ പറയില്ല, അയാൾ പറഞ്ഞു. വിജയൻ ഒരിടി. ഷക്കീൽ കസേരയോടെ തെറിച്ചു വീണു. വീഴ്ചയിൽ നിന്ന് എഴുന്നേൽക്കാൻ തുടങ്ങുമ്പോൾ കഴുത്തിൽ കത്തിമുട്ടി. നിനക്ക് ജീവൻ വേണോ അഷ്ടമൻ വേണോ? വിജയൻ ചോദിച്ചു. ആരാ നിങ്ങൾ? പോലീസാണോ? ഷക്കീൽ ചോദിച്ചു. പോലീസല്ല, സാധാരണക്കാരനാണ്. എന്റെ സഹോദരിയെ അവൻ കടത്തിക്കൊണ്ടുപോയി. അവളെ അവൻ ഒളിപ്പിച്ചിരിക്കുന്നത് എവിടെയാണെന്ന് അറിയണം. അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും. ആ സ്ഥലം പറഞ്ഞു തന്നില്ലെങ്കിൽ നിന്നെ കൊല്ലാനും എനിക്ക് മടിയില്ല. കുറഞ്ഞ പക്ഷം നിന്റെ കൈകാലുകളെങ്കിലും ഒടിച്ചു കളയും. ഇക്കാര്യത്തിൽ നീ സംശയിക്കേണ്ട. ശരി, ഞാൻ പറയാം. ഷക്കീൽ സമ്മതിച്ചു. ബാറിലുള്ളവരെല്ലാം അവരെ നോക്കുകയായിരുന്നു. നമുക്ക് പുറത്തേക്ക് പോകാം. വിജയൻ അയാളെ എഴുന്നേൽപ്പിച്ചു. അവർ ഒന്നും സംഭവിക്കാത്തതുപോലെ ബാറിന് വെളിയിലേക്ക് ചെന്നു. ഞാൻ പറയാം, പക്ഷേ എനിക്ക് അതുകൊണ്ട് അപകടമൊന്നും ഉണ്ടാകരുത്, ഷക്കീൽ പറഞ്ഞു. ഇല്ല, വിജയൻ സമ്മതിച്ചു. കുറെ ദൂരെയാണ്, നമുക്ക് കാറിൽ പോകാം. നിങ്ങൾ സ്ഥലം കാണിച്ചു തരിക, കുറെ മാറ്റി ഞാൻ നിങ്ങളെ ഇറക്കാം. എനിക്ക് ട്രെയിനിൽ മാംഗ്ലൂർ പോകാനുള്ളതാണ്. നിങ്ങൾക്ക് ഞാൻ വേറൊരു വാഹനം ഏർപ്പാട് ചെയ്യാം. പക്ഷേ അഷ്ടമനെ ഫോൺ വിളിച്ച് വിവരം കൊടുക്കരുത്. നിങ്ങളുടെ 3 മക്കൾ അനാഥരാകുമെന്ന് മറക്കരുത്, വിജയൻ ഓർമ്മിപ്പിച്ചു. ഇല്ല, ഞാൻ ചതിക്കില്ല. ശരി, കയറിക്കോ. ഇനി ഗിരിദാസ് വരണ്ട. വിജയൻ കാറിൽ കയറി. ഷക്കീലിനെയും കൊണ്ട് കാർ പോകുന്നത് ഗിരിദാസ് നോക്കി നിന്നു. രാത്രി 9 മണിയായി. പവർ കട്ടിന്റെ സമയമായിരുന്നു. 10 കിലോമീറ്റർ ഓടിയപ്പോൾ വലതുവശത്തേക്ക് തിരിക്കാൻ ഷക്കീൽ നിർദ്ദേശിച്ചു. വീതി കൂടിയ റോഡായിരുന്നു. ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഇടതുവശത്തെ കെട്ടിടത്തിലേക്ക് കൈചൂണ്ടി ഷക്കീൽ പറഞ്ഞു, അതാണ് വീട്. അഷ്ടമൻ അവിടെയുണ്ട്. ഒരു വാച്ചറുണ്ട്, അവനെ സൂക്ഷിക്കണം. കാർ മുന്നോട്ടോടി നിന്നു. നീ പറഞ്ഞത് സത്യമാണോ? സത്യം. ഷക്കീൽ വിജയന്റെ കയ്യിൽ പിടിച്ചു. വിജയൻ കാർ മുന്നോട്ടോടിച്ച് മറ്റൊരു റോഡിൽ കയറ്റി. അവിടെ നിന്ന് ഒരു കാർ കൈ കാണിച്ചു നിർത്തി. അതിൽ ഷക്കീലിനെ കയറ്റി വിട്ടു. വിജയൻ കാർ വീട്ടിൽ നിന്നും കുറെ അകലെ നിർത്തിയിട്ട് നടന്നു ചെന്നു. നിലാവുണ്ടായിരുന്നു, കറണ്ട് വന്നിരുന്നില്ല. ദൈവമേ, ആ വീട്ടിൽ രൂപ ഉണ്ടാകണേ. വിജയൻ മതിലിനു മുകളിലൂടെ അകത്തേക്ക് നോക്കി. അകത്ത് മെഴുകുതിരിയുടെ വെളിച്ചം കണ്ടു. മുറ്റത്തെ ഇരുട്ടിൽ നിന്ന് 2 പേർ സംസാരിക്കുന്നത് കണ്ടു. സംസാരിക്കുന്നതെന്താണെന്ന് മനസ്സിലായില്ല. ഒരാൾ വാച്ചറും മറ്റേയാൾ അഷ്ടമനുമാണെന്ന് മനസ്സിലായി. അഷ്ടമൻ അകത്തേക്ക് പോയി വാതിലടച്ചു. വാച്ചർ ഒരു ബാസ്ക്കറ്റുമായി വെളിയിലേക്ക് വന്നു. അവൻ റോഡരികിലൂടെ നടന്നു. അവിടെ പുല്ലുകൾ വളർന്നു നിൽക്കുന്ന ഒരു സ്ഥലമായിരുന്നു. പുതിയൊരു കെട്ടിടം പണിയുന്ന സ്ഥലത്തെത്തിയപ്പോൾ വിജയൻ അയാളുടെ അടുത്തെത്തി. തടിച്ച ശക്തനായ ഒരാളായിരുന്നു അത്. ചേട്ടാ, തീപ്പെട്ടിയുണ്ടോ? വിജയൻ ചോദിച്ചു. ഇല്ല. വിജയൻ അവനെ ആ വീടിന്റെ ഗേറ്റിനകത്തേക്ക് തള്ളിയിട്ടു. പിന്നെ മുഖത്തിനൊരടി. തറയിൽ വീണ അവന്റെ വാ പൊത്തിപ്പിടിച്ചു. അലറിയാൽ നിന്നെ ഞാൻ കൊന്നുകളയും. എന്റെ പെങ്ങളെയാ അവൻ കൊണ്ടുവന്നിരിക്കുന്നത്. അവിടെ മറ്റാരാ ഉള്ളത്? ആരുമില്ല. ആ പെണ്ണവിടെ ഉണ്ടോ? ഉണ്ട്. കെട്ടിയിട്ടിരിക്കുകയാണോ? അതെ. നീ എവിടെ പോവുകയാണ്? ഭക്ഷണവും മദ്യവും വാങ്ങിക്കുവാൻ. വിജയൻ അവന്റെ മുഖത്തൊരിടി. തല പിടിച്ചൊന്ന് വെട്ടിച്ചു. അയാൾ ബോധമറ്റു. അവന്റെ കോട്ടെടുത്ത് ധരിച്ചു. വിജയൻ വേഗം ആ വീട്ടിലേക്ക് ചെന്നു. വാതിലിൽ മുട്ടി. ഒറ്റ നോട്ടത്തിൽ അകത്തുനിന്ന് നോക്കുന്നയാൾക്ക് വാച്ചറാണെന്ന് തോന്നും. അതുപോലെ കുനിഞ്ഞാണ് വിജയൻ നിന്നത്. അഷ്ടമൻ വാതിൽ തുറന്നതും ഒരിടി. അയാൾ തെറിച്ചുപോയി. പിന്നെ മൽപ്പിടുത്തമായിരുന്നു. ഹാളിലെ കസേരയിൽ കെട്ടിയിരിക്കുകയായിരുന്ന രൂപ അത് കണ്ടു.
വിജയൻ ചേട്ടൻ തന്നെ രക്ഷിക്കാൻ വന്നിരിക്കുന്നു. പെട്ടെന്നൊരടിയേറ്റ് ഭിത്തിയിൽ ഇടിച്ചു വീണ അഷ്ടമൻ തോക്കെടുത്തു. അയാൾ തുരുതുര നിറയൊഴിച്ചു. വിജയന്റെ ദേഹം തുളഞ്ഞ് രക്തം ചീറ്റുന്നത് കണ്ട് അവൾ അലറിക്കരഞ്ഞു. വിജയൻ കത്തിയെടുത്ത് ഒരേറ് അവന്റെ കയ്യിൽ തുളഞ്ഞു കയറി. കയ്യിൽ നിന്ന് തോക്ക് താഴെ വീണു. വിജയൻ അവന്റെ മേൽ ചാടി വീണു. തല പിടിച്ച് ഭിത്തിയിൽ ഒരടി. അഷ്ടമൻ ബോധമറ്റ് വീണു. വിജയൻ അവന്റെ കയ്യിൽ നിന്ന് കത്തി വലിച്ചൂരി രൂപയുടെ അടുത്തേക്ക് വന്നു. കയർ ഒന്ന് മുറിച്ചപ്പോഴേക്കും അയാൾ കുഴഞ്ഞു വീണു. ദേഹത്ത് 2 മുറിവുകളുണ്ടായിരുന്നു. രൂപ പെട്ടെന്ന് കെട്ടഴിച്ചു. ബോധം തെളിഞ്ഞപ്പോൾ വിജയൻ ഐസിയുവിലായിരുന്നു. നഴ്സ് വെളിയിൽ പോയി. SP കൃഷ്ണദാസ് അകത്ത് വന്നു. മോനെ, അദ്ദേഹം കരയുകയായിരുന്നു. ഒരാഴ്ച കഴിഞ്ഞ് അയാൾ വാർഡിൽ വന്നപ്പോൾ ദീപയോടും ശ്രീദേവി അമ്മയോടുമൊപ്പം SP-യും വേണിയും രൂപയും കൈലാസും ഉണ്ടായിരുന്നു. അല്പം കഴിഞ്ഞപ്പോൾ CI ചാണ്ടിയും കുടുംബവും വന്നു. അഷ്ടമൻ? വിജയൻ ചോദിച്ചു. അയാൾ ജയിലിലായി, രൂപ പറഞ്ഞു. വിജയൻ വെളിയിലേക്ക് നോക്കി. പുതിയൊരു ലോകം അയാൾ കാണുകയായിരുന്നു. തനിക്ക് ഡാഡിയും സഹോദരങ്ങളുമുള്ള ലോകം. നോവൽ അവസാനിച്ചു.